എല്ലാ ചങ്ങായിമാർക്കും നമസ്കാരം. കസിംബായി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നേരെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡിൽ അങ്ങോട്ട് പോവാട്ടോ. അപ്പൊ എന്തിനാ പോണേ ചോദിച്ചു കഴിഞ്ഞാല് എന്റെ മുടി ഒന്ന് വെട്ടണം. കുറെ കാലമായിട്ട് ഞാൻ വിചാരിക്കട്ടോ മുടി വെട്ടണം എന്ന്. എനിക്ക് എന്താണെന്നറിയില്ല, കുറച്ച് നാളെ രണ്ടാഴ്ച ആകുമ്പോഴേക്ക് എനിക്ക് മുടി വെട്ടിയില്ലെങ്കിൽ എന്തൊക്കെയോ ഒരു ഏനക്കേടാണ്. കണ്ണൂർ ടൗണിൽ മുടി വെട്ടാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എവിടെ ചെന്നാലും അവിടെ എല്ലാം ഹിന്ദിക്കാരാണ്. ഞാൻ ബാന്ന് വെക്കുമ്പോൾ അവർ ബേ എന്ന് വെക്കും. അതുകൊണ്ട് നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവില്ല, അവർ പറയുന്നത് എനിക്കും മനസ്സിലാവില്ല. അപ്പൊ അവര് എന്റെ തല എന്തെങ്കിലും കാട്ടിക്കൂട്ടാറാണ് സാധാരണ പതിവ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അന്വേഷിച്ചാണ് ഒരു മലയാളിന്റെ ഒരു കട എനിക്ക് കിട്ടിയത്. ആ കടയിലോട്ടാണ് പോകുന്നത്. ആ പോകുന്ന സീനാണ് ഗൈസ് കാണുന്നത്. അങ്ങനെ പോകുന്ന വഴിയില് നമ്മുടെ കിഴക്കേ കവാടത്തിൽ ഇതാ കണിക്കൊന്ന പൂത്തിട്ട്. മാർച്ച് ഏപ്രിൽ മാസത്തിൽ പൂക്കേണ്ട കണിക്കൊന്ന ചൂട് കാരണം കൊണ്ടാണോ ഇത്ര നേരത്തെ പൂത്തേന്നും എനിക്കറിയില്ല. എന്തായാലും മഞ്ഞ കണിക്കൊന്ന കൊമ്പിലേ മണിക്കൂടെങ്ങു പോയി. അപ്പൊ കൂടെ എവിടെയും പോയിട്ടില്ല, കൂടെ അവിടെ ഇരിക്കട്ടെ. നമുക്കിനി നേരെ പോവാം നമ്മുടെ മുടി വെട്ടാൻ. ആൽമരത്തിൽ ഇതാ പുതിയ തളിരകളൊക്കെ വന്നിട്ട് അതിന്റെ പൊക്കത്തൊക്കെ നിറച്ച് കൊക്കുകൾ രാത്രിയിൽ വന്നിരുന്നിട്ട് മുഴുവൻ അപ്പിയിട്ട ദൃശ്യങ്ങളാണ് താഴെ ഈ കാണുന്ന വെള്ള 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 പൂക്കളല്ല, അത് കൊക്ക് അപ്പിയിട്ടതാണ് ഗെയ്സ്. അങ്ങനെ നേരെ പോയപ്പോ നമ്മുടെ കമ്പോളങ്ങളൊക്കെ ഉണരുന്നതേ ഉള്ളൂ. ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് നമ്മുടെ ഫുട്പാത്ത് തുണികളാട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഫുട്പാത്ത് കാണുമ്പോൾ എനിക്ക് പ്രത്യേക വികാരമാണ് ഗെയ്സ്. കാരണം എനിക്ക് ഇടയ്ക്ക് വന്നിട്ട് ഈ 150 റുപ്യേൻ്റെ ഷർട്ടും 50 റുപ്യേൻ്റെ പാൻറ്റൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ട് നടക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ഫുട്പാത്തിൽ എല്ലാ തുണികളും നോക്കി നടക്കും. അങ്ങനെ പോകുന്ന വഴിക്കാണ് കുറെ നാളെ എന്നോട് കൂട്ടുകാർ ചോദിക്കുന്നത്, നീ എവിടുന്ന സെൽഫി സ്റ്റിക്ക് മേടിച്ചേന്ന്. അപ്പൊ മഞ്ജു മെഡിക്കൽസ് എന്ന് എഴുതിയാണ് നേരെ മേലെ കണ്ടു ബ്ലൂ നിറത്തിൽ എന്താ ധാരാ വിഷ്ണു എല്ലാവരും അത് പോയി. ഈ പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ ഞാനൊരു അതിന്റെ റിവ്യൂ പറഞ്ഞു തരാം കേട്ടോ. അങ്ങനെ അവിടെ പോയപ്പോൾ നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിൽ നേരെ വലത്തോട്ട് തിരിഞ്ഞ ആ പാതയിലൂടെ കുറച്ച് നടക്കുമ്പോൾ നമ്മുടെ സിനിമാ നടി സമ്പ്രദ സുനിലിന്റെ കോഫി ഹൗസ് എന്നൊരു ഹോട്ടലുണ്ട്. അത് പൂട്ടി കിടക്കുകയാണ്. അതിന്റെ തൊട്ടടുത്തായിട്ട് പ്രിയ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ കയറിയിട്ട് ഒരു പൊറോട്ടയും അടിപൊളി ഒരു മത്തിക്കറിയും കഴിച്ചു. അട്ടാറ് ടേസ്റ്റാണ് ഗൈസ് അവിടുത്തെ ഫുഡിനും ചായക്കും എല്ലാത്തിനും കേട്ടോ. അപ്പൊ അവിടുന്ന് അതെല്ലാം കഴിച്ചിട്ട് ഞാൻ മുടി വെട്ടാൻ വേണ്ടി പോവാണ് നമ്മുടെ ചങ്ങായിന്റെ കടയിലോട്ട്. ഓന്റെ കടന്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ തന്നെ ഇവിടെ പള്ളിയുടെ മിനാരം കാണാം. ആ പള്ളി ലക്ഷ്യമായിട്ട് അങ്ങ് നടന്നു. നമ്മുടെ പ്രിയ ഹോട്ടലിൽ നിന്നും കൂടി കുറച്ചും കൂടി മുമ്പോട്ട് നടന്നു കഴിഞ്ഞാൽ ഈ പള്ളി കാണാം. ഈ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്ന ഈ ബിൽഡിങ്ങിന്റെ ഇങ്ങേ അറ്റത്തെ ബിൽഡിംഗ് ആട്ടോ നമ്മുടെ ചെങ്ങായിന്റെ ഷോപ്പ്. ഓന്റെ പേര് ബിലാൽ എന്നാണ്. ഓന്റെ ഷോപ്പിന്റെ പേര് അഡാക്സസ്. എടാ ചെങ്ങായി, ഈ അഡാക്സസ് എത്ര വായിച്ചാലും കിട്ടാണ്ട്. ഞാൻ ചോദിച്ചു, എടാ ബിലാലെ ഈ കടന്റെ പേരെന്താണ് ബലാലേന്ന്. അപ്പൊ ഓൻ പറഞ്ഞു എടാ അഡാക്സസ്. ശരിക്കും പറയാന് അങ്ങനെ ഇപ്പൊ എന്ത് എക്സ് ആണെങ്കിലും ഒരു ചങ്ങായി കണ്ണാടിയൊക്കെ വെച്ച് ആറ്റിറ്റ്യൂഡ് പിടിച്ചിരിക്കുന്നു. അതിന്റെ തൊട്ടടുത്ത് അടിപൊളി സോഫയൊക്കെ ഉണ്ട്. നമുക്ക് വന്നിരുന്നാലും ഓന് വായിക്കാനാണ് കുറേ പുസ്തകങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അധികം വലിയ തിരക്കില്ലാത്ത സമയത്ത് നോക്കി വന്നു കഴിഞ്ഞാൽ വേഗം മുടി വെട്ടി പോവുകയും ചെയ്യാം. ഇനി മുടി വെട്ടേണ്ട ഏത് രീതിയിലാണ് നിങ്ങൾ അങ്ങ് പറഞ്ഞു കൊടുത്താൽ അത് ഈ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തന്നെ ഓന് നല്ലോണം മനസ്സിലാവും. ഓൻ അതുപോലെ തന്നെ വെട്ടിത്തരും കേട്ടോ. കാരണം ഓൻ നമ്മുടെ കണ്ണൂരുകാരനാണേ. ഓരോ ചങ്ങായിമാരെ ഫോട്ടോസൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഏത് മോഡൽ നിങ്ങളെ മുടി വെട്ടണം, ഏത് മോഡൽ നിങ്ങൾ താടി വെക്കണം, ഇനിയിപ്പം നിങ്ങളുടെ നല്ലോണം വെളുപ്പിച്ചൊക്കെ എടുക്കണം. അതിന് വേണ്ടി എല്ലാ കോസ്റ്റ്യൂം ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇനി കല്യാണം പരിപാടിയും വരുമ്പോൾ നന്നായി മേക്കപ്പ് ചെയ്തു തരാനും ഓനെ കൊണ്ട് തന്നെ പറ്റും. നമുക്കിനി ഇച്ചിരി ചൊങ്കനായിട്ട് നടക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ചങ്ങായിമാരൊക്കെ നേരെ ഇങ്ങോട്ട് പോന്നോളി. അടിപൊളിയായിട്ട് തന്നെ പോവാട്ടോ. എല്ലാതരം ഫേഷ്യലാണെങ്കിലും നമ്മുടെ മുഖം ക്ലീനിങ് ആണെങ്കിലും ഫേസ് വാഷ് ആണെങ്കിലും എല്ലാം ഇവിടെ റെഡിയാക്കി തരുന്ന ഒരു ഷോപ്പാട്ടോ. അപ്പൊ നമ്മളിപ്പോൾ അതിനൊന്നും നിന്നിട്ടില്ല, നമുക്ക് മുടിയും വെട്ടി നമ്മൾ നേരെ പോകാൻ നിൽക്കുകയാണ്. എന്തായാലും മറക്കണ്ട, ഇതിന്റെ നമ്പർ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് തരാം. ഓന മുറ്റത്ത് അത് കണ്ടോ നിങ്ങൾ ചെടി നിൽക്കുന്നത്, ഇത് ഏതോ ഒരു കാട്ടുചേമ്പൊന്നും അല്ല ഗെയ്സ്, ഇത് അടിപൊളി ഒരു പ്ലാന്റ് ആട്ടോ. നാളെ ഞാൻ വന്നപ്പോൾ അതിൽ നിന്ന് ഒരു തൈയൊക്കെ പറിച്ചിട്ട് തന്നെ പോണ്. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെരുപ്പ് കട ഉണ്ട് കേട്ടോ. ഹോൾസെയിൽ ചെരുപ്പ് കട ആയതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലിടാനുള്ള ചെരുപ്പുകൾ, അതുപോലെ തന്നെ നമുക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ള നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള 100-200 റുപ്യക്ക് നല്ല ചെരുപ്പുകൾ മേടിക്കാം. അങ്ങനെ അതെല്ലാം മേടിച്ച് നേരെ തിരിച്ച് നമ്മളെ റൂമിലോട്ട് പോകുന്നു. മുടിയൊക്കെ വെട്ടിയിട്ടുണ്ട്. ഇനി പോയി ഒരു കുളിയും കേട്ടോ ഒറ്റ ഉറക്കം. മഞ്ഞപ്പൂ വിരിച്ച പാതയിലൂടെ ഞാൻ നടന്ന് പോവുകയാണ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെ ലൈക്ക് അടിക്കാനും മറന്നു പോരുത്.
ബൈ.